നമസ്കാരം. മിന്നൽ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കല്ലാർപ്പുഴ കരകവിഞ്ഞൊഴുകിയത്. നെടുങ്കണ്ടം മേഖലയിലെ 6 ഗ്രാമങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ശനിയാഴ്ച പുലർച്ചെ 3 കരയിലൂടെ മലവെള്ളം പാഞ്ഞൊഴുകിയത്. ആളപായമില്ല, എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ബാലഗ്രാം, തൂക്കുപാലം, കുട്ടാർ, തൂവൽ, മുണ്ടിയിരുമ, താന്നുമൂട് ഗ്രാമങ്ങളിലാണ് നഷ്ടമുണ്ടായത്. ഇവിടങ്ങളിൽ 100ഓളം വീടുകളിൽ വെള്ളം കയറി. വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങി. പലരും വീടുകളിൽ കുടുങ്ങി. വണ്ണപുരം കമ്പമേട്ട് സംസ്ഥാന പാതയിലെ താന്നുമൂട് പാലം വെള്ളത്തിലായി. ഗതാഗതം മുടങ്ങി. കുട്ടാറിൽ റോഡരികെ പാർക്ക് ചെയ്തിരുന്ന ട്രാവലർ ഒഴുകിപ്പോയി. പിന്നീട് ഈ വാഹനം കണ്ടെത്തി. നിരവധി വാഹനങ്ങൾ ഇതുപോലെ ഒഴുകിപ്പോയിട്ടുണ്ട്. വീടുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി. കല്ലാർ ഡൈവേർഷൻ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ തുറന്നു. നിരവധി കുടിവെള്ള പദ്ധതികളിൽ മലിനജലം ഇരച്ചു കയറി. പലരുടെയും കിണറുകൾ ഉപയോഗശൂന്യമായി. ശനിയാഴ്ച രാവിലെ 7ഓടെ മഴ കുറഞ്ഞു. 10ഓടെ വെള്ളം അല്പാൽപം ഇറങ്ങി തുടങ്ങി. അപ്പോഴാണ് പല റോഡുകളിലും ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. കൃഷിയും നശിച്ചു. നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരികയാണ്. പുലർച്ചെ വലിയ ശബ്ദം കേട്ടുവെങ്കിലും പ്രദേശവാസികൾക്ക് ഉരുൾപൊട്ടലിന്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുലർന്നപ്പോഴാണ് പലരുടെയും വീട്ടുപരിസരത്ത് മണ്ണും ചെളിയും അടിഞ്ഞും വാഹനങ്ങൾ മണ്ണിൽ പുതങ്ങി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞത്. ഉരുൾപൊട്ടലിൽ കൃഷിയിടങ്ങളും റോഡും ഒലിച്ചുപോയി. കുണ്ടലം പാറമലയുടെ മുകളിൽ നിന്ന് വൻമരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴുകിയെത്തി. ഭയം തോന്നിയെങ്കിലും ആളുകളൊക്കെ ഉറങ്ങി. എന്നാൽ ഇരുട്ടിൽ കല്ലാറിൽ വെള്ളം പെരുകുകയായി. അത് കുത്തിയൊഴുകി നെടുങ്കണ്ടത്തെ 6 ഗ്രാമങ്ങളെ മുക്കി. മിന്നൽ പ്രളയം പോലെ 2018 മഹാപ്രളയത്തെക്കാൾ ഭീകരാവസ്ഥയിലായിരുന്നു വെള്ളം കുത്തിയൊഴുകിയെത്തിയത്. ബാലഗ്രാം, തൂക്കുപാലം, കുട്ടാർ, തൂവൽ, മുണ്ടിയിരുമ, താന്നുമൂട് ഗ്രാമങ്ങളാണ് ഈ മലവെള്ളം കുത്തിയൊലിച്ചെത്തിയത്. 100-ലധികം വീടുകളിൽ വെള്ളം കയറി. അത്യധികം വ്യാപാര സ്ഥാപനങ്ങൾ മുങ്ങി. ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. വളർത്ത മൃഗങ്ങൾ ഒഴുകിപ്പോയി. കോടികളുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക നിഗമനം. നഷ്ടങ്ങൾ കണക്കാക്കാൻ ദിവസങ്ങളൊക്കെ വേണ്ടിവരും. ഈ വെള്ളം ശനിയാഴ്ച രാവിലെ ഇറങ്ങി തുടങ്ങിയത് ഭാഗ്യമായി, അല്ലെങ്കിൽ നഷ്ടം ഇനിയും കൂടുമായിരുന്നു. പ്രധാന റോഡുകളെല്ലാം തന്നെ ഗതാഗത തടസ്സമുണ്ടായി. വണ്ണപുരം കമ്പമേട്ട് സംസ്ഥാന പാതയിലെ താന്നുമൂട് പാലം മുങ്ങി. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തൂക്കുപാലത്തിന് സമീപം കുട്ടാറിൽ കല്ലാർ ആദ്യം കരകവിഞ്ഞത്. പിന്നീട് ബാലഗ്രാം മുതൽ താന്നുമൂട് വരെ വെള്ളം പൊങ്ങി. മിക്കവരും ഉറങ്ങുകയായിരുന്നു. അതിനാൽ തന്നെ വീട്ടിൽ വെള്ളം കയറിയതിനു ശേഷമാണ് സംഭവം അറിയുന്നത്. അപ്പോഴേക്കും മുറ്റത്തൊക്കെ 2 പൊക്കത്തോളം വെള്ളം ഉയർന്നു. പലരും വീടിന്റെ മട്ടുപ്പാവിൽ അഭയം തേടി. ചിലർ വെള്ളം നീന്തി രക്ഷപ്പെട്ടു. ആർക്കും അപായമുണ്ടായില്ല. അത് വലിയ ആശ്വാസം. നാട്ടുകാർ തന്നെയാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസും അഗ്നിരക്ഷാസേനയും കൈകോർത്തതോടെ എല്ലാവരെയും രക്ഷിക്കാനായി. ടൂവൽ വെള്ളച്ചാട്ടം രൗദ്രഭാവത്തിലായിരുന്നു. ആ ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങി. ശനിയാഴ്ച പുലർച്ചെ 4:10 കല്ലാർ ഡൈവേർഷൻ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ തുറക്കുകയായിരുന്നു. ആദ്യം 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ഇതോടെ കല്ലാറിലെ ജലനിരപ്പ് കുറയുമെന്ന് കരുതി. പക്ഷെ അതുണ്ടായില്ല. തുടർന്ന് 2 ഷട്ടർ 1.60 മീറ്ററായി ഉയർത്തി. എന്നിട്ട് ഫലമുണ്ടായില്ല. മഴ കഴിഞ്ഞപ്പോഴാണ് ജലനിരപ്പ് അല്പമെങ്കിലും കുറഞ്ഞത്. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ ഈ മഴയൊക്കെ കുറഞ്ഞിരുന്നു. എന്നാൽ 10ഓടെയാണ് കല്ലാറിലെ ജലനിരപ്പ് അല്പമെങ്കിലും കുറഞ്ഞത്. ഇതിനിടെ കല്ലാറിന് സമീപത്തെ റോഡരികിൽ പാർക്ക് ചെയ്യുന്ന പല വാഹനങ്ങളും മലവെള്ളത്തിൽ ശക്തി ഒഴുകുകയായിരുന്നു. 3 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയാണ് കല്ലാർ കരകവിയാൻ കാരണമെന്നാണ് കരുതുന്നത്. മലമുകളിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടിയതാണോ എന്ന് സംശയം നിറഞ്ഞിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണമില്ല. 20ഓളം കിലോമീറ്റർ അപ്പുറമുള്ള വെള്ളാംകുടിയിൽ 188 മില്ലിമീറ്ററും ഈ മേഖലയിൽ തന്നെയുള്ള വണ്ടൻമേട് 179 മില്ലിമീറ്ററും മഴ പെയ്തിട്ടുണ്ട്. ഇത് അതിശക്തമായ മഴയാണ്. ഇവിടെ നിന്നുകൂടി വെള്ളം ഒഴുകിയെത്തുവാനും സാധ്യതയുണ്ട്. കല്ലാർ പൊടിയോർത്ത് മുണ്ടിയിരുമ പാലത്തിനടുത്താണ് കൊച്ചുകുടിയിൽ സരസുമയുടെ വീട്. റിട്ടയർഡ് നഴ്സായ സരസമ്മയ്ക്കൊപ്പം കൊച്ചുമകൻ +2 വിദ്യാർത്ഥിയായ ആകാശാണ് ഒപ്പമുണ്ടായിരുന്നത്. 6 കരകവിഞ്ഞൊഴുകി ആദ്യം നാശം വെച്ച വീടുകളിലൊന്ന് ഇവരുടേതാണ്. ഇരുനില വീടിന്റെ താഴത്തെ നിലയിലാണ് താമസം. പുലർച്ചെ 3ഓടെ വെള്ളം മുറിയിലേക്ക് കുതിച്ചെത്തി. നിമിഷ നേരം കൊണ്ട് വെള്ളം ഉയർന്നു. ഉടൻ തന്നെ സഹായത്തിനായി അയൽവാസികളെ ഫോണിൽ വിളിച്ചു. അവരെത്തി മുറി തുറക്കാൻ ശ്രമിക്കുമ്പോൾ വാതിൽ അടങ്ങുന്നില്ല. ബലമായി തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ച് രക്ഷപ്പെടുത്തി. വീട്ടുപകരണങ്ങളും ആകാശിന്റെ സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും എല്ലാം വെള്ളം കയറി നശിച്ചു. എങ്കിലും അയൽവാസികൾ ഇടപെടലിൽ ജീവൻ രക്ഷപ്പെട്ട ആശ്വാസത്തിലാണിവർ. 1 വർഷം മുൻപ് തുറന്നുകൊടുത്ത പുതിയ താന്നുമൂട് പാലത്തിന് മുകളിലൂടെ കലക്കവെള്ളം കുത്തിയൊഴുകി. കരയിലുള്ള കപ്പേള, ബസ് സ്റ്റോപ്പ്, റോഡരികിലെ ജലവകുപ്പിന്റെ പ്രധാന പമ്പ് ഹൌസ് തുടങ്ങിയവ മുങ്ങി. 6 മണിക്കൂറോളം റോഡിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചു. 2018 മഹാപ്രളയകാലത്ത് പോലും താന്നുമൂട്ടിൽ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടില്ല. രാവിലെ 10ഓടെയാണ് പാലത്ത് നിന്ന് വെള്ളം ഇറങ്ങിയത്. 1995 ഉരുൾപൊട്ടിയപ്പോഴാണ് താന്നുമൂടിന് സമീപം തിരുവല്ലാപ്പടിയിലെ വീടുകളിൽ വെള്ളം കയറിയത്. 30 വർഷങ്ങൾക്ക് ഇപ്പുറം
ശനിയാഴ്ച പുലർച്ചെ വീണ്ടും ഇവിടെ വെള്ളം കയറി. ഈ സമയം എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. കല്ലാർപ്പുഴയിൽ നിന്ന് വരുന്ന തോടിന്റെ സമീപം താമസിക്കുന്ന കുപ്പക്കാട്ടുമാറ്റം കെ അമീർ ഖാന്റെ വീട്ടിലേക്ക് ആ സമയം ഒരു കോൾ വന്നു. അമീർ ഖാന്റെ അമ്മ ഷക്കീല ഹമീദിന്റെ സഹോദരന് തൂക്കുപാലത്തിലുള്ള കടയിൽ വെള്ളം കയറിയെന്നായിരുന്നു സന്ദേശം. പുറത്തിറങ്ങി നോക്കിയപ്പോൾ പടി കടന്ന് വെള്ളം എത്തിക്കഴിഞ്ഞു. ഉടൻ സമീപവാസികളെ വിളിച്ചറിയിച്ചു. അപ്പോഴേക്കും വെള്ളം വീടുകളിൽ കയറിയിരുന്നു. KSEB പുറമ്പോക്കായ കണ്ടം വെള്ളത്തിനടിയിലായി. കുഴിക്കോട്ട് രത്നകാരൻ, റോയി പ്ലാക്കാട്, കുട്ടുമ്പോക്കാട്ടിൽ KS നീനുമോൻ എന്നിവരുടെയും വീടുകൾ മുങ്ങി. ജോസഫ് പുതുപ്പറമ്പിൽ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ B ഉണ്ണികൃഷ്ണൻ, അബ്രഹാം കാലായിപ്പറമ്പിൽ, ശാന്തി ഇടവിള, ശോഷമാൻ ഡാനിയൽ കാണക്കാലിൽ, ഫസിൽ ചാർവിള പുത്തൻവീട്, കാളിയാരിയിൽ ഷജീർ എന്നിവരുടെ വീടുകൾ ഒറ്റപ്പെട്ടു. ജോസഫിന്റെ വീട്ടിൽ പ്രായമായ അമ്മയുണ്ട്. ജോസഫിന്റെ കിണറും മുങ്ങി. 1995 ഉരുൾപൊട്ടലിലാണ് മുൻപ് ഈ കിണർ മൂടിയത്. 2018 മഹാപ്രളയത്തിൽ കിണറിൽ അടുത്തുപോലും വെള്ളമെത്തിയില്ല. പ്രദേശത്തെ 3 റോഡുകൾ, ജലനിധിയുടെ 2 പമ്പ് ഹൌസ്, ഒരു കുഴൽ കിണർ, വലിയ കുളം എന്നിവ പ്രളയജലത്താൽ മൂടി. ഇതോടെ പ്രദേശത്ത് കുടിവെള്ളം മുട്ടിയ അവസ്ഥയാണ്. പ്രദേശവാസികൾക്ക് പ്രധാന റോഡായ താന്നുമുടി കല്ലാർ രാമക്കൽ മെട്ട് റോഡിലേക്കുള്ള 15 അടി നടപ്പാലം മുങ്ങി. ചാക്കോച്ചൻപടി, കോട്ടപ്പടി എന്നിവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ പാലം വേണം. ചെങ്കിലാത്ത നൈനാൻ ബേബിയുടെ 30 സെന്റിലെ ഏലവും കപ്പയും വെള്ളത്തിലായി. കുഴൽക്കിണറും പമ്പും നശിച്ചു. നെയ്യശ്ശേരിയിൽ തുണ്ടിയിൽ MP സാബുവിന്റെ ഏലം കൃഷി മുങ്ങി. വെള്ളം കുതിച്ചെത്തിയപ്പോൾ നീനുമോനും കുടുംബവും ഭയന്നുപോയി. നീനുമോന്റെ 3.5 വയസ്സുകാരൻ മകൻ നീരജ് ഉറക്കത്തിലായിരുന്നു. കുഞ്ഞിനെയും വാരിയെടുത്ത് നീനുമോൻ ഭാര്യ അഞ്ജുവിനും അച്ഛൻ സതീഷിനും അനുജൻ നിതീഷിനുമൊപ്പം പുറത്തേക്ക് വാങ്ങി. അപ്പോഴേക്കും മുറ്റത്ത് കഴുത്തോപ്പം വെള്ളം കയറിയിരുന്നു. വല്ലവിധേനയും കരപറ്റി. വെള്ളം കയറുന്നത് കണ്ടാണ് കുഴിക്കാട്ട് രത്നാകരനും കുടുംബവും വീട്ടിൽ അടുക്കള വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. വാതിൽ തുറന്നപ്പോൾ തന്നെ വെള്ളം ശക്തിയായി വീട്ടിലേക്ക് കയറി. ഏറെ പണിപ്പെട്ടാണ് രത്നാകരന്റെ ഭാര്യ ബിന്ദുവും മക്കളായ രാഹുലും വിഷ്ണുവും രക്ഷപ്പെട്ടത്. വീട്ടു സാധനങ്ങളെല്ലാം ഒഴുകിപ്പോയി. ഹോളിഡേ ഹോമിന് സമീപം താമസിക്കുന്ന കണ്ണൻ, ഭാര്യ ഷീന, മക്കളായ അനന്യ, അമയ എന്നിവർ ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്ത് മഴ തകർക്കുകയായിരുന്നു. പുറപ്പിന്റെ ചൂടുപറ്റി ഇവർ വേഗം ഉറക്കത്തിലായി. കിടക്കയിൽ വെള്ളത്തിന്റെ നനവ് അനുഭവപ്പെട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഉയരത്തിൽ വെള്ളം. വെള്ളത്തിന്റെ തണലിൽ കിടപ്പുമുറിയുടെ വാതിലടഞ്ഞു. ലൈറ്റ് ഇട്ട് എന്തും ചെയ്യണമെന്നറിയാതെ ഭയന്നു നിൽക്കുമ്പോൾ വെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ 3 പാമ്പുകൾ തല ഉയർത്തി നിൽക്കുന്നു. കണ്ണനും കുടുംബവും കട്ടലിന് മുകളിൽ കയറുന്നു. ഭീകര കാഴ്ച കണ്ട് കുട്ടികൾ വാവിട്ട് കരയുമ്പോൾ ജീവിതം അവസാനിച്ചതായി കണ്ണൻ കരുതി. ധൈര്യം സംഭരിച്ച് പോലീസിലും അഗ്നിരക്ഷാ സേനയിലും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു. കുമളി CIക്ക് സന്ദേശമെത്തുമ്പോൾ തൊട്ടടുത്ത സ്ഥലമായ പെരിയാർ കോടതിയിൽ പോലീസ് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. CIക്കൊപ്പം ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകർ KJ ദേവസ്യ ഉൾപ്പെടെയുള്ളവരുമായി CI വേഗം സ്ഥലത്തെത്തി. ഏറെ സാഹസികമായി വടം എറിഞ്ഞുകൊടുത്ത് അതിന്റെ സഹായത്താൽ ദേവസ്യയും മറ്റൊരാളും കണ്ണന്റെ കുടുംബത്തിന്റെയും അരികിലെത്തി. കുട്ടികളെ ചുമലിലേറ്റി സുരക്ഷിത സ്ഥലത്തെത്തിച്ചു. തുടർന്ന് കണ്ണനും ഭാര്യയും വടത്തിൽ പിടിച്ച് സുരക്ഷിത സ്ഥലത്തെത്തി. സമീപത്തെ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിച്ചു. നെടുങ്കണ്ടം നീതിയാണ് വീടിന്റെ ഭാഗത്തെത്തിയത്. വാതിൽ കഷ്ടിച്ചു തുറന്നപ്പോൾ ബെഞ്ചിന്റെ മുകളിലായി നിൽക്കുന്ന മാതാപിതാക്കളും ഫാനും തൂങ്ങിക്കിടക്കുന്ന കുട്ടി. അരയടി വെള്ളം ഉയർന്നാൽ വീട് മുഴുവനും മുങ്ങുന്ന സ്ഥിതി. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുണ്ടിയെരുമയിലെ വീട്ടിൽ അകപ്പെട്ടുപോയ പാട്ടത്തിൽ ബിബിയെയും കുടുംബത്തെ സമീപവാസികൾ രക്ഷപ്പെടുത്തിയത് സാഹസികമായിട്ടാണ്. രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്ത മുല്ലശ്ശേരി വീട്ടിൽ ജിജി പറയുന്നു, മുണ്ടിയെരുമ ടൗണിൽ കെട്ടിടങ്ങളുടെ ആദ്യ നില മുഴുവനായി വെള്ളത്തിൽ മുങ്ങിയിരുന്നു. കടകളിലെ സാധനങ്ങൾ മാറ്റുന്നതിനിടെയാണ് ഒരു കുടുംബം വീട്ടിൽ കുടുങ്ങിയത് അറിയുന്നത്. ഞങ്ങൾ അവിടേക്ക് പോയി. വീടിന്റെ മുകൾ ഭാഗം ഒഴികെ പൂർണ്ണമായി മുങ്ങിയ നിലയിലാണ്. രക്ഷിക്കണേന്ന് വീടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കാം. മകൻ ജിൻസ് വെള്ളത്തിൽ ചാടി നീന്തി അവിടെ എത്തിയെങ്കിലും വീട് തുറന്ന് രക്ഷിക്കാനായില്ലെന്ന് മനസ്സിലായി. രക്ഷിതാക്കൾ ബെഞ്ചിന്റെ മുകളിലും കുട്ടി ഫാനിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലുമാണ് കണ്ടത്. തുടർന്ന് ഞാനും ഒപ്പമുള്ളവരും നീന്തി അവിടെ എത്തി. മുറിയുടെ എയർ ഹോൾ ഭാഗം പൊളിച്ച് അകത്ത് കടന്നു. മൂവരെ കയറിട്ട് വീടിന് പുറത്തെത്തിച്ച ടെറസിലേക്ക് കയറ്റി. അപ്പോഴും വെള്ളം വീഴുന്ന സാഹചര്യമായിരുന്നു പ്രദേശത്ത്. ടെറസിൽ നിന്ന് റോഡിലേക്ക് ആസ്ബറ്റോസ് ഷീറ്റ് ഉപയോഗിച്ച് പാലം നിർമ്മിച്ചു. അതിലെ കുടുംബാംഗങ്ങളെ റോഡിലേക്ക് എത്തിച്ചാണ് രക്ഷപ്പെടുത്തിയത്. പ്രദേശത്തെ വീടുകളിൽ കുടുങ്ങിയവരെ രാവിലെ മുതൽ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഉരുൾപൊട്ടൽ അപകടത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ കുണ്ടലംപാറ വീടി പടിയിൽ തോടിൽ കരയിലുള്ള വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട മണ്ഡലാക്ഷിക്കുന്നിൽ ജീന ജസ്റ്റിന്റെ കണ്ണിൽ ഭീതി നിറഞ്ഞിരുന്നു. മുൻപ് ഇതേ അനുഭവമുള്ളതിനാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ജീന ഒട്ടും വൈകിയില്ല. ജീന പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി ശക്തമായ മഴ തുടർന്നതിനാൽ ഉറങ്ങിയിരുന്നില്ല. 12:45 വലിയ ശബ്ദം കേട്ടത്. വലിയ ശബ്ദത്തിന് പിന്നാലെ ചേറിന്റെ മണവും ചൂടും അനുഭവപ്പെട്ടു. 2019 ഉരുൾപൊട്ടലുണ്ടായ അനുഭവമുള്ളതിനാൽ ബഹളം വെച്ച് ഭർത്താവ് ജസ്റ്റിനെയും മക്കളായ ജുവൽ മരിയ, ജൂബിൻ എന്നിവരെയും കൂട്ടി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ഇരുടത്ത് വീടിന് പിന്നിലൂടെ ഓടി കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇവർ സുരക്ഷിതമായ സ്ഥലത്തെത്തിയത്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.